സ്വാശ്രയ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ മുഴുവൻ സീറ്റും ഏറ്റെടുത്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി ഉപാധികളോടെ സ്റ്റേ ചെയ്തു. സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് മാനേജ്മെന്റുകൾ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. നീറ്റ് ലിസ്റ്റിൽ നിന്നും മെറിറ്റ് അടിസ്ഥാനത്തിൽ വേണം പ്രവേശനം നൽകാനെന്നും സുതാര്യത ജെയിംസ് കമ്മിറ്റി ഉറപ്പാക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. കർശന ഉപാധികളോടെയാണ് സ്വാശ്രയ മാനേജ്മെന്റുകളുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചത്. പ്രവേശനം നീറ്റിൽ നിന്നും മെറിറ്റ് അടിസ്ഥാനമാക്കി വേണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഇക്കാര്യം ജെയിംസ് കമ്മിറ്റി ഉറപ്പാക്കണമെന്നും ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹൻ, ജസ്റ്റിസ് മേരി ജോസഫ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ഓൺലൈൻ വഴി വേണം അപേക്ഷ ക്ഷണിക്കാൻ. പ്രോസ്പെക്ടസും റാങ്ക് ലിസ്റ്റും മാനേജ്മെന്റുകൾ വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കണം. പ്രവേശന മേൽനോട്ട സമിതിയുടെ മുൻകൂർ അംഗീകാരത്തോടെ വേണം പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിക്കാൻ. അപേക്ഷിച്ച എല്ലാവരുടെയും വിവരങ്ങൾ ജെയിംസ് കമ്മിറ്റിയെ അറിയിക്കണം. തലവരിപ്പണം വാങ്ങുന്നില്ലെന്ന് ജെയിംസ് കമ്മിറ്റി ഉറപ്പാക്കണം. സുതാര്യത ഉറപ്പാക്കാനാണ് ഉപാധികൾ എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതോടെ മാനേജ്മെന്റുകൾക്ക് ഇനി സ്വന്തം നിലയ്ക്ക് പ്രവേശനം നടത്താനാവും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹൈക്കോടതി വിധി സർക്കാരിന് തിരിച്ചടിയല്ലെന്ന് ആരോഗ്യമന്ത്രി. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകേണ്ടതാണ് സർക്കാർ തീരുമാനം. ഏറ്റവും നല്ല സതുദ്ദേശത്തോടുകൂടി ജനങ്ങൾക്കാകെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് സർക്കാർ ചെയ്തത്. മുഴുവൻ സീറ്റിലും മെറിറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള മെറിറ്റോറിയസ് ആയിട്ട് തന്നെ അഡ്മിഷൻ നടക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ സർക്കാരിനുണ്ടായിരുന്നുള്ളൂ. അതിൽ മാനേജ്മെൻറ്റിനെ ദ്രോഹിക്കണമെന്നോ അല്ല മറ്റാരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കണമെന്നോ സർക്കാരിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, രക്ഷിതാക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്. സർക്കാരെല്ലാം വളരെ പോസിറ്റീവായിട്ട് ജനങ്ങൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, അതുപോലെ തന്നെ സാമൂഹ്യ നീതിക്ക് വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നത്. അതിനകത്ത് വേറെ ഒരു ഇൻട്രസ്റ്റും സർക്കാരിനില്ല. സ്വാശ്രയ മാനേജ്മെന്റുകളുമായി ഏറ്റുമുട്ടാനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. സമവായത്തിന് ശ്രമിക്കും. കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുന്ന കാര്യം മുഖ്യമന്ത്രിയുമായും ആരോഗ്യമന്ത്രിയുമായും ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചു. എപ്പോഴും സർക്കാരിന് വളരെ ഇവരുമായിട്ടുള്ള, അതായത് സ്വാശ്രയ മാനേജ്മെൻറ്റുമായിട്ടുള്ള പരസ്പര ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ സമന്വയത്തിൻ്റെ മാർഗ്ഗമേ സർക്കാരിനുള്ളൂ. എതിർപ്പിൻ്റെ മാർഗ്ഗം, യുദ്ധത്തിൻ്റെ മാർഗ്ഗം ഇല്ല. വളരെ ആലോചിച്ച് തന്നെയാണ് സർക്കാർ സീറ്റ് അലോട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. കോടതി തിരിച്ചു പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ കൃത്യമായിട്ടും ആലോചിക്കും. സംശയം എന്താ? മഹാരാഷ്ട്രയിലെ ഹാജി അലി ദർഗയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന് കോടതി. മുംബൈ ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. ഏറെ വിവാദങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമൊടുവിൽ മുംബൈയിലെ പ്രശസ്തമായ ഹാജി അലി ദർഗയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ച് മുംബൈ ഹൈക്കോടതി വിധി നടപ്പാക്കി. സാമൂഹ്യ പ്രവർത്തകരുടെ പൊതു താൽപര്യ ഹർജി കണക്കിലെടുത്താണ് വിധി. ക്ഷേത്ര പ്രവേശനത്തിന് ലിംഗവിവേചനം പാടില്ലെന്ന ബോംബെ ഹൈക്കോടതി നിലപാടാണ് ഈ ഉത്തരവിലൂടെ ആവർത്തിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന അഹമ്മദ്നഗർ ശനി സിംഗാപൂർ ക്ഷേത്രത്തിലും നാസിക്കിലെ ത്രയംബകേശ്വർ ക്ഷേത്രത്തിലും സ്ത്രീ പ്രവേശനം സാധ്യമായത് തൃപ്തി ദേശായിയുടെ നേതൃത്വത്തിലുള്ള വനിതാ പ്രവർത്തകരുടെ പ്രക്ഷോഭത്തെ തുടർന്നാണ്. വിലക്കുകൾ മറികടന്ന് കഴിഞ്ഞ മെയ് മാസത്തിൽ തൃപ്തി ദേശായിയും സംഘം ദർഗയിൽ പ്രവേശിച്ചിരുന്നു. മുസ്ലിം സംഘടനകളും ശിവസേനയും ഇടപെട്ട് ഈ നടപടിയെ തടഞ്ഞതും ഏറെ വിവാദമായിരുന്നു. സ്ത്രീകൾക്ക് ആരാധന നടത്തുവാനുള്ള സുരക്ഷയും ദർഗാ പ്രതിനിധികളോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. ഹാജി അലി ദർഗയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകിയ കോടതി ഉത്തരവ് സ്വാഗതാർഹമെന്ന് ഡോക്ടർ ഫസൽ ഗഫൂർ. മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും MES പ്രസിഡന്റ് വ്യക്തമാക്കി. മനേകാ ഗാന്ധിക്ക് മറുപടിയുമായി മന്ത്രി KT ജലീൽ. മനുഷ്യസ്നേഹമില്ലാത്തവർക്ക് എങ്ങനെ മൃഗസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുമെന്ന് മന്ത്രി ചോദിച്ചു. വന്ധ്യംകരണം നടപ്പാക്കുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റി. അത് സ്വയം വിമർശനമായി ഉൾക്കൊള്ളുന്നു. തെരുവ് നായ്ക്കളെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. അല്ല, നമ്മൾ വ്യവസ്ഥാപിതമായ രൂപത്തിൽ ഈ കാര്യത്തിൽ നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സ്വയം വിമർശന ബുദ്ധിയ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണാധികാരികൾ, അതുപോലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, അവരാണ് ഇക്കാര്യത്തിൽ താല്പര്യം കാണിക്കേണ്ടത്. ഇതിനെ സംബന്ധിച്ച് ഇനി വ്യക്തമായിട്ടുള്ളൊരു മോണിറ്ററിംഗ് ഉണ്ടാകും. നമ്മുടെ സമൂഹത്തിൽ വലിയ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും തെരുവ് നായ്ക്കളുടെ ശല്യം സൃഷ്ടിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റ് ഗൗരവപൂർവ്വം ആലോചിക്കുന്നത്. സ്റ്റെറിലൈസേഷൻ ശക്തിപ്പെടുത്തുക, ഈ വന്ധീകരണ പ്രക്രിയ ശക്തിപ്പെടുത്തുക, അപകടകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക. മനുഷ്യസ്നേഹം തന്നെ ഇല്ലാത്തവർ എങ്ങനെയാണ് ഈ മൃഗസ്നേഹത്തെ സംബന്ധിച്ച് പറയാൻ വേണ്ടി കഴിയുക? പ്രഥമമായി മനുഷ്യസ്നേഹമാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. അവിടെ നിന്നാണ് മൃഗസ്നേഹം പരിലസിച്ചു പോകുന്നത്. തെരുവുനായ പ്രശ്നത്തിൽ കൈരളി ന്യൂസ് ഓൺലൈൻ ജനാഭിപ്രായം സ്വരൂപിക്കുന്നു. നിങ്ങൾക്കും പ്രതികരിക്കാം. പ്രതികരണങ്ങൾ അറിയിക്കാൻ സന്ദർശിക്കുക www.kairalinews.online.com.
വാർത്തകളിലേക്ക്. തിടമ്പ് നൃത്തം സാംസ്കാരിക ഘോഷയാത്രയിൽ അവതരിപ്പിച്ചതിൽ എന്താണ് തെറ്റെന്ന് പി ജയരാജൻ. എതിർപ്പുമായി രംഗത്ത് വരുന്നത് യാഥാസ്ഥിതികരാണ്. നവോത്ഥാന മുന്നേറ്റങ്ങളെ എതിർക്കുന്നവരെ സാംസ്കാരികമായി നേരിടുമെന്നും പി ജയരാജൻ വ്യക്തമാക്കി. ആരുടെയും മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന പാർട്ടിയല്ല CPIM എന്നും ക്ഷേത്രകലകളായ വാദ്യവും സംഗീതവും കഥകളിയുമടക്കം പൊതുസമൂഹത്തിൽ വ്യാപകമായി നടത്തപ്പെട്ടിട്ടുണ്ടെന്നും CPIM ജില്ലാ സെക്രട്ടറി പി ജയരാജൻ പറഞ്ഞു. ബക്കളത്ത് സാംസ്കാരിക ഘോഷയാത്രയിൽ അവതരിപ്പിച്ച തിടമ്പിൽ വിഗ്രഹത്തിന്റെ രൂപം പോലുമില്ലായിരുന്നു. 1981 DYFI മൊറാഴ വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിച്ച ഘോഷയാത്രയിലും മുൻപ് പെരുമ്പാവൂരിൽ SNDP ഘോഷയാത്രയിലും ദേശീയ ഗെയിംസ് വേദിയിലും തിടമ്പ് നൃത്തം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കടൽക്കടന്ന് ഖത്തറിലും വട്ടക്കുന്നിലെ തിടമ്പ് കലാകാരൻ നാരായണനും ഗവൺമെന്റിന്റെ ഉത്സവ പരിപാടിയിൽ ഗോവിന്ദൻ എന്ന കലാകാരൻ ഒറ്റത്തിടമ്പും ഇരട്ടത്തിടമ്പും അവതരിപ്പിച്ചിട്ടുണ്ട്. യാഥാസ്ഥിതികരാണ് തിടമ്പ് നൃത്തം ഘോഷയാത്രയിൽ അവതരിപ്പിച്ചതിനെ എതിർക്കുന്നത്. ആ യോഗക്ഷേമ സഭയുടെ ആളുകളോട് ഞങ്ങൾ ചോദിക്കുന്നത്, ഈ അയിത്തം ക്ഷേത്രത്തിലെ ആചാരമായിരുന്നല്ലോ. ഇന്ന് നടത്തുന്ന നവോത്ഥാന പ്രസ്ഥാനമാണ് CPM നേതൃത്വം കൊടുത്ത് നടക്കുന്നത്. നവോത്ഥാനം എന്ന് പറയുന്ന ഒരു തുടർ പ്രക്രിയയാണ്. മതഭീകരത, തീവ്രവാദം, മതഭ്രാന്ത് ഇതൊക്കെ ശക്തിപ്പെടുത്തുന്ന സമൂഹത്തിൽ അതിനെതിരായിട്ട് മതനിരപേക്ഷതയുടെ സന്ദേശം ഉയർത്താൻ മുന്നോട്ട് വരുന്നത് നവോത്ഥാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ എതിർപ്പ് ഞങ്ങൾ കാര്യമാക്കുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഈ എതിർപ്പ് കാര്യമാക്കുന്നില്ല എന്ന് മാത്രമല്ല, എതിർപ്പുകാർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രചാരവേലയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അയ്യങ്കാളി ജയന്തി ദിനമായ ആഗസ്റ്റ് 28 വരെ മാത്രം പ്രചാരണം നടത്തി അവസാനിപ്പിക്കാനുള്ളതല്ല വർഗീയ വിരുദ്ധ പ്രവർത്തനമെന്നും ഈ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാവണമെന്നും പി ജയരാജൻ അഭ്യർത്ഥിച്ചു. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അടിമാലിയിൽ 9 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച അമ്മയെ പോലീസ് റിമാൻഡ് ചെയ്തു. ദേവികുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് 3 മാസം പ്രായമായ കുഞ്ഞിന് അമ്മയ്ക്കൊപ്പം കഴിയാമെന്നും കോടതി വ്യക്തമാക്കി. രാവിലെ ഇടുക്കി പൈനാവിലെ ഷെൽട്ടർ ഹോമിലെത്തിയാണ് സെലീനയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 3 മാസം പ്രായമുള്ള കുട്ടിയെയും സെലീന കൂടെ കൂട്ടി. മുലയൂട്ടുന്ന കുട്ടിയായതിനാൽ പോലീസ് സെലീനയെ എതിർത്തില്ല. തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തിച്ച സെലീനയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് കൂമ്പൻപാറയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം, ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം തുടങ്ങി വകുപ്പുകൾ ചാർത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 3 മാസം പ്രായമുള്ള കുട്ടിയെ കൂടി കോടതിയിൽ ഹാജരാക്കാനുണ്ടായ സാഹചര്യവും പോലീസ് കോടതിക്ക് മുൻപാകെ വിശദീകരിച്ചു. ദേവികുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സെലീനയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കുട്ടിയെയും അമ്മയ്ക്കൊപ്പം കഴിയാൻ കോടതി അനുവദിച്ചു. കേസിലെ മറ്റൊരു പ്രതിയായ പിതാവ് നസീർ ജയിലിലാണ്. ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ തീരുമാനം പിന്നീടുണ്ടാകും. അതേസമയം ആശുപത്രിയിൽ കഴിയുന്ന 9 വയസ്സുകാരന്റെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ മാറ്റമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. KPCC സെക്രട്ടറിയും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായ ജ്യോതികുമാർ ചാമക്കാല മാനേജരായ ആർക്കനൂർ BEd കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കാൻ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. വ്യാജരേഖകൾ ചമച്ച് ഇല്ലാത്ത ഭൂമി ഉണ്ടെന്ന് കാട്ടിയാണ് കോളേജ് അഫിലിയേഷൻ നേടിയതെന്ന പ്രോ വൈസ് ചാൻസലറുടെ റിപ്പോർട്ട് സിൻഡിക്കേറ്റ് യോഗം അംഗീകരിച്ചു. സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചേക്കും. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം അട്ടിമറിക്കാൻ നീക്കം. സഹകരണ ബാങ്കുകളും പ്രാഥമിക സംഘങ്ങളും വഴി ക്ഷേമ പെൻഷനുകൾ നേരിട്ട് വീട്ടിലെത്തി നൽകണമെന്നാണ് LDF സർക്കാരിന്റെ തീരുമാനം. ഇതിന് വിരുദ്ധമായി കോട്ടയം ജില്ലയിലെ വാകത്താനം, കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിലെ വാർഡ് കേന്ദ്രങ്ങൾ വഴിയും ബാങ്കിന്റെ ശാഖകൾ കേന്ദ്രീകരിച്ചുമാണ് പെൻഷൻ വിതരണം നടത്തുന്നത്. ഇതിനെതിരെ പ്രതിഷേധം വ്യാപകമായി.